ഈ ബിസിനസ് ചെയ്യാനുള്ള ഈ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു കറേജ് എവിടെ നിന്നായിരുന്നു വന്നത്? നമുക്ക് നല്ലൊരു ബാറി പേര് രണ്ടെണ്ണം അടിക്കണ പൈസ വേണം, അത് നല്ല കോക്ടെയിൽ അടിക്കണ പൈസ വേണം. അപ്പൊ പിന്നെ തന്നെത്താൻ വരും, ഉള്ളിൽ നിന്ന് വരും. എൻ്റെ വൈഫ് ക്രിസ്ത്യനാ, എൻ്റെ സെക്കൻഡ് ഡോട്ടറെ കെട്ടിക്കണത് മുസ്ലിമാ. അപ്പോൾ ഏത് കൺട്രിയിൽ വാറുണ്ടായാലും ഞങ്ങൾ സേഫാ. ഖുറാനും ബൈബിളും പിടിച്ചിട്ട് ശ്രീകൃഷ്ണ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു കയ്യിൽ ഖുറാനും ഒരു കയ്യിൽ ഇതൊന്നും ആരും ചെയ്യില്ല, വാചോടിയും. അന്നത്തെ സമയത്ത് എന്തൊക്കെ ബിസിനസ് ചെയ്തിട്ടായിരുന്നു ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ, ബൈക്ക് വാങ്ങാനൊക്കെ? ഞാൻ ഇവിടെ നിന്നൊക്കെ തേങ്ങയൊക്കെ ഇട്ടിട്ട് കരിക്കിട്ടിട്ട് നമ്മൾ ദർബാർ ഗ്രൗണ്ടില്ലേ എറണാകുളത്ത്, അവിടെ കൊണ്ട് വിൽക്കും. അവിടെ കൊണ്ട് ഞാൻ തന്നെ ചെത്തി. പഴയ ഒരു റാലി ചാമ്പ്യൻ ആയിരുന്നു. സിൽവർ സ്റ്റോൺ ട്രെയിനർ ലണ്ടനിൽ ഞാൻ ഗ്രൂപ്പ് എ കാസോ പഠിച്ചത്. അപ്പോൾ ഒരു 1992 വരെ ഞാൻ സർക്യൂട്ടിലുണ്ടായിരുന്നു. തിരിച്ചായി കഴിഞ്ഞ് ഈ മുറിയിൽ അടയ്ക്കുന്നല്ല, ഈ മുറിയിലായി 7 ദിവസം ഇതിലായിരിക്കും. നിങ്ങൾക്ക് ഭക്ഷണം പോലും അങ്ങനെ കൊടുക്കും. നമ്മൾ മരട്ടിൽ കേട്ടെഴുത്തും കടവെന്ന് പറഞ്ഞൊരു കടവുണ്ട്, അവിടുന്ന് വഞ്ചി എടുത്തിട്ടാണ് ഇവിടെ വരണ്ടേ, മനസ്സിലായല്ലോ. എന്നിട്ട് വഞ്ചിയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഇത് ഐ മീൻ കിഴക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. അങ്ങനെയാണ് ഞങ്ങളൊക്കെ വന്നിരുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ ജെട്ടിയുണ്ട് പനങ്ങാട്, അവിടുന്ന് ബോട്ടിൽ കയറി തേവരയിൽ ഇറങ്ങും. അപ്പം ഞാൻ ഈ ബോട്ടിൽ മെഞ്ചിലും കയറില്ല, ഞാൻ നടക്കും. ഇവിടുന്ന് വച്ച് പിടിച്ചൊരു നടപ്പാണ്. നെട്ടൂര് അവിടെ വരെ ഞാൻ നടക്കും. അതാ അവിടെ നടന്നിട്ട് കടത്ത് കടന്ന് അപ്പുറത്ത് കിടക്കും. അവിടെ എൻ്റെ ബൈക്ക് ഇരിക്കുന്നുണ്ട്, അവിടെ നടക്കും. അത് കഴിഞ്ഞ് പിന്നെ ബൈക്കിൽ പോകും. അതാ. പിന്നെ പണ്ട് നമ്മളിവിടെ പാൻ്റ് ഇട്ട് നടക്കുമ്പം പിള്ളേർ പുറകെ കൂടുമായിരുന്നു. 11 പറഞ്ഞുകൊണ്ട് 11 അവർ എന്തോ പറയുക. അതെ, അവർ പുറകെ കൂടും. ഞാൻ പാൻ്റ് ഇട്ട് കിടന്നു. അപ്പം ഞാൻ പാൻറ്റ് പൊതിഞ്ഞ് ബൈക്കിൻ്റെ ഉള്ളിൽ വയ്ക്കും. അവിടുന്ന് മുണ്ടെടുക്കും. എന്നിട്ട് ഞാൻ മുണ്ടെടുത്ത് വരും. പിന്നെ എന്താ വെച്ചാൽ ഈ പാലം പണിതപ്പോൾ ഞാൻ പാലം പണി തീരാറായപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാർ ഇപ്പുറത്തേക്ക് കിടക്കണമായിരുന്നു. അപ്പം ഞാൻ മരപ്പാലം പലക കൊണ്ട് അടിച്ചിട്ട് ഞാൻ കാർ ഇപ്പുറത്തേക്ക് കിടത്തി. ഓയ്യോ, ഞാൻ എൻ്റെ പണിക്കാരെ വെച്ചിട്ടുണ്ടാക്കി എന്ന് വെച്ചാൽ ആ ജോയിൻറ്റ് അത് കഴിഞ്ഞ് കാർ ഇപ്പുറത്തേക്ക് കടത്തിയപ്പോൾ ഉണ്ടല്ലോ, അതൊരു സീനായിരുന്നു. ഇവിടെ കംപ്ലീറ്റ് ജനം മുഴുവനും പിള്ളേരും എല്ലാം കാറിൻ്റെ പുറകെ ഓടലും. പിന്നെ ഒരു ഹെവി സീനായിരുന്നു. ഇവിടുത്തെ ആദ്യത്തെ കാറായിരുന്നു. പനങ്ങാട് കയറ്റയിൽ അതിന് മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ കൊല്ലങ്ങൾക്ക് മുമ്പ് വഞ്ചിയിൽ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷേ റോഡിൽ കൂടി ഇങ്ങനെ ഓടിച്ച് ഞാൻ ആദ്യം അത് അങ്ങനെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. പനങ്ങാട് ആദ്യമായിട്ട് ഇത്. അതേപോലെ എയർപോർട്ടിൽ ഞാൻ റേസ് ചെയ്യുന്ന കാലത്ത് എയർപോർട്ട് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് എയർപോർട്ടിൽ നിന്ന് ഫോൺ വന്നു, ഞങ്ങൾ ക്ലോസ് ചെയ്യണം. നമ്മുടെ എനിക്കൊരു 10-15 മിനിറ്റ് റൺവേ ക്ലോസ് ചെയ്യണം. റൺവേ കോൺട്രാക്ടർ എൻ്റെ ഫ്രണ്ടായിരുന്നു. ഞാൻ വണ്ടി എടുത്ത് എൻ്റെ സൂപ്ഡപ്പ് വണ്ടി എടുത്തിട്ട് ഞാൻ റൺവേ കൂടി ഫുൾ ബ്ലാസ്റ്റ്, ഹാൻഡ് ബ്രേക്ക് ടേണും ബഹളവും എല്ലാം. അറ്റ്ലീസ്റ്റ് എനിക്ക് പറയാലോ അല്ലേ. ഞാൻ ആ റൺവേയിൽ ഞാൻ റേസ് ചെയ്തു എന്ന് പറയാം. അങ്ങനെ പല ഇൻസിഡൻറ്റ് ക്യാമറ ഓഫ് ചെയ്താൽ പറയാം. എല്ലാം ക്യാമറ ഓഫ് ചെയ്താലാണ്. ഇവിടെ വൈകുന്നേരം ഇരുന്ന് നാമം ജപിക്കണമായിരുന്നു ഇവിടെ, മനസ്സിലായല്ലോ. അപ്പം നമ്മളിവിടെ ഇരുന്ന് നാമം ജപിക്കുമായിരുന്നു. ഇത് ആരുടെ മുമ്പിൽ നിലവിളക്ക് കൊളുത്തി ഞങ്ങൾ വൈകുന്നേരം നാമം ജപിക്കണ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 5ാം ക്ലാസ് വരെ, അത് കഴിഞ്ഞ് ഞാൻ റിബലായി, മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഒരു ഞാൻ റേസിങ്ങിന് ഞാൻ റാലി ഓടിക്കുമ്പോൾ റാലി ഓടിക്കുന്നതിന് മുമ്പ് പണ്ട് അമ്പലത്തിൽ നിന്ന് നമ്മൾ ചെറുനാരങ്ങ പൂജിച്ച് മേടിച്ചിട്ട് അത് ടയറിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് ഞാൻ വണ്ടി റാമ്പിൽ നിന്ന് ഇറക്കുക. ഞാനത് നിർത്തി. മെൻ്റലി ഞാൻ അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് ഞാൻ പറഞ്ഞു, നോ, അച്ചോട്ട് റൈറ്റ്. ഞാനൊരു അമ്പലത്തിൽ പോയി ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്നാൽ പിന്നെ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പാടില്ലേ. അങ്ങനെ ഞാൻ മൈൻഡൊന്ന് ടഫാക്കിയിട്ട് അത് ഞാൻ പിന്നെ ചെയ്യണ്ടായി. എനിക്ക് പൈസ ഉണ്ടാക്കണേ, എന്നെ രക്ഷിക്കണേ, എന്താ വിശ്വാസമുണ്ട്. വിശ്വാസം അതിലല്ല. അങ്ങനെ ഞാനെല്ലാം മേളവും എല്ലാത്തിനും മുമ്പിലുണ്ടാവും. പഞ്ചായത്തും കേട്ടിട്ടുണ്ടാ? ഉണ്ടല്ലോ. ഓക്കെ. അപ്പോൾ അതിനൊക്കെ ഞാൻ മുമ്പിലുണ്ടാവും. അതെ, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യും. അതെ കേട്ടോ. ഇത് അച്ഛൻ്റെ മുറി. അതെ, ഇത്
ഇതിപ്പം എൻ്റെ മക്കൾ പേരിട്ടാണ് ചിത്രലേഖ. അതുപോലെ ഈ സുലോചന എന്നുള്ള മുറി എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ അമ്മയൊക്കെ പീരീഡ്സ്. എൻ്റെ അമ്മ ഇപ്പോഴും ഉണ്ട്, എൻ്റെ ഒപ്പം ഉണ്ട്. ഇത് കണ്ട ഹൈറ്റ് കണ്ട, സീത ഹൈറ്റ്, കുനിഞ്ഞേ കയറാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് പീരീഡ്സ് ആയിരുന്നപ്പം. ഈ അമ്മ പീരീഡ്സ് ആയിരുന്നപ്പം ഈ മുറിയിൽ ആണ് നിൽക്കുക. എന്നിട്ട് ഈ മുറിയുടെ അവിടെ ചെറിയൊരു ജനലുണ്ട്, ആ ജനലിൽ കൂടി ഭക്ഷണം കൊടുക്കുള്ളൂ. ഓക്കെ, നമുക്ക് തൊടാൻ പാടില്ല, മനസ്സിലായല്ലോ. അപ്പം പീരീഡ്സ് ആയി കഴിഞ്ഞ് ഈ മുറിയിൽ അടയ്ക്കുന്നല്ല, ഈ മുറിയിലായിരിക്കും. നിങ്ങൾക്ക് ഭക്ഷണം പോലും അങ്ങനെ കൊടുക്കുള്ളൂ. അങ്ങനത്തെ ഒരു ട്രഡീഷൻ ആയിരുന്നു. പിന്നെ നമ്മളിപ്പം മുടി വെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആ പറമ്പിൻ്റെ മൂലയ്ക്ക് മുടി വെട്ടുക. മുടി വെട്ടിയാൽ നമ്മൾ കുളത്തിൽ പോയി കുളിച്ചിട്ടേ വരാൻ പാടുള്ളൂ. എന്നിട്ട് അപ്പം എൻ്റെ ഗ്രാൻഡ് മദർ ഉണ്ട്, കാവൂട്ടിയമ്മ, മറ്റേ ഇതൊന്നും ഇട്ടില്ല, മുലയൊക്കെ തൂങ്ങി ഇങ്ങനെ നടക്കുക. അപ്പം ഞാൻ മുലയ്ക്ക് കുടിക്കും, എന്നിട്ട് ഓടിക്കളയും. അപ്പം ഞാൻ കുളിക്കാണ്ട് വീട്ടിൽ കയറാൻ പാടില്ല. ഞാനാണെങ്കിൽ റിബൽ അന്ന് മുതൽ. അപ്പം അറിയാം എന്താ കുടിക്കാണ്ടല്ല, ഭയങ്കര സീനായിരുന്നു. സോ ലോട്ട് ഓഫ് സ്റ്റോറീസ് ഇവിടെ. എൻ്റെ അച്ഛൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു 27 കൊല്ലം. സോ ആൾക്കാർ വരലും പിടിക്കലും അങ്ങനത്തെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടോ ഈ ബെഡ്റൂംസ്? പിന്നെ ആ അമ്പഴത്തിൻ്റെ മരത്തിൻ്റെ മുകളിലാണ് ഞാൻ ഷിറ്റടിക്കാൻ കയറുക. ഓക്കെ, അമ്പലത്തിൻ്റെ ഇതിൻ്റെ അവിടെ മുകളിൽ ഷിറ്റടിക്കാൻ കയറും. അപ്പോൾ മുഴുവൻ ആരും കാണൂല. അപ്പം ഞാൻ ഷിറ്റൊക്കെ അടിക്കും. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവും, ആരും അറിയില്ല ഞാനവിടെ ഇത് ഷിറ്റടിക്കാവും. നേരെ തോടായിരുന്നു അത്, മനസ്സിലായല്ലോ. ഞാൻ എത്ര 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ ഇത് ചെയ്യുമ്പോൾ. സോ ഇറ്റ്സ് ഓൾ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്. അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി നേരെ കുളത്തിലേക്കാണ്. അങ്ങനെ ഒരുപാട് ചൈൽഡ്ഹുഡ് മെമ്മറീസ് കുറേ ഉണ്ട് ഇവിടെ. പെറ്റ് ലവർ ആണോ ഇവിടെ? രണ്ടെണ്ണല്ലേ 3 അല്ലേ? 3 പേരുണ്ട്. 3 പേര് വയലൻ്റ് ആണ്. അവരെ തൊട്ട് കളിച്ച വീട് പറയും, അത്രേ ഉള്ളൂ. അവർ കടിച്ച് കീറികളെ. ഇവരൊക്കെ എത്ര വയസ്സായതാ? അതൊരു 3 ഇയർ. 3 4. ഓക്കെ. സോ പെറ്റ്സ് എന്ന് പറയാൻ ഇവർ 3 പേരാണോ ഉള്ളത്? പിന്നെ പൂച്ചയുണ്ട്. 2 പൂച്ച. എൻ്റെ പേര് സ്ക്രൂനി. ഓക്കെ. എടോ, ഇതെല്ലാം ഇവിടെയാണ് ദ എനർജി പോയിന്റ്. സോ അത് എല്ലാവർക്കും കിട്ടുന്ന എനർജിയാണത്. പലരും അത് പുറത്തെടുക്കുന്ന പുറത്തെടുക്കുന്നില്ല, ഓരോരുത്തർക്കും ഓരോ എനർജി. അത് ഡെവലപ്പ് ചെയ്ത് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, നമ്മൾ രാവിലെ 8 മണിക്ക് പണിയെടുക്കാൻ തുടങ്ങിയാൽ രാത്രി 11 മണി വരെ പണിയെടുക്കും, അല്ലാണ്ട് വെറുതെ അല്ല. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണ എനർജിയാണ്. എല്ലാ മനുഷ്യരുടെ ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് വരാറുണ്ട്. ഇപ്പം സാറിന്റെ ലൈഫിൽ ഇപ്പം ഡൗൺസ് വരുമ്പോൾ അത് എങ്ങനെയാ മാനേജ്? ഡൗൺസ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പം എൻ്റെ കാലുമ്പോൾ ആണി കയറി, ചാടിയപ്പോൾ ഒരു ആണി ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു, ആ ഷൂവിൻ്റെ ഉള്ളിൽ കൂടി പറഞ്ഞ ആണി ഇങ്ങോട്ട് കയറി. ആണി കയറിയപ്പോൾ ഞാൻ നോക്കുമ്പം വയനാടിൻ്റെ ദുരന്തം. ആണിയാ ആളെ രക്ഷപ്പെടുത്തുന്നത്. ഇത്ര ഉള്ള കഴുത്ത് ഇത്ര മുങ്ങിയിട്ട് ഒരാളെ രക്ഷപ്പെടുത്തുന്നത് കണ്ടില്ല. അതോടെ എൻ്റെ വേനയും പോയി, എല്ലാം പോയി. യു കമ്പയർ. എത്രയോ ആൾക്കാർ റോട്ടിൽ കിടന്ന് ഉറങ്ങണു ഇല്ലേ? സോ യു ജസ്റ്റ് കമ്പയർ യുവർ പ്രോബ്ലം വിത്ത് സാധാരണക്കാർ, അങ്ങനത്തെ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യും. അപ്പം നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ല അല്ലേ? ഞാൻ കാര്യത്തിൽ പറഞ്ഞ വയനാട്, ഞാൻ 2 ആഴ്ച മുമ്പ് ഈ വയനാട് ഈ സ്ഥലം മുഴുവൻ ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോയിരുന്നു. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഓടിച്ചു 1600 കിലോമീറ്റർ. ഞാൻ 2 ദിവസം കൊണ്ട് ഓടിച്ചു. ഇവിടെയൊക്കെ പോയിരുന്നു, ഈ പറയണ സ്ഥലത്തൊക്കെ പോയി. അവിടെ ഞാൻ ചായപ്പൊടി പോലും മേടിച്ചിട്ടുണ്ട്. അതെ. അപ്പം ഞാൻ എൻ്റെ കാലിൽ ആണി ടെറ്റനസ് ഇൻജെക്ഷൻ ഒക്കെ എടുത്ത് ഭയങ്കര പെയിൻ, എല്ലാം ഇതായി. ഞാനത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പെയിനൊക്കെ പോയി. അതാണിപ്പം ഒരു ഡൗൺസ് മാനേജ് ചെയ്യുന്ന അങ്ങനെയാണ്. അപ്പോൾ യു കമ്പയർ വിത്ത് ലോട്ട് ഓഫ് പീപ്പിൾ. ദാറ്റ്സ് ഇറ്റ്. സോ നമ്മുടെ ഡൗൺസ് ഒന്നുമല്ല, അത്രേ ഉള്ളൂ. ഓക്സിജൻ ഫ്രീ ആണല്ലോ അല്ലേ? വലിച്ചോ, നല്ല ആഞ്ഞു വലിച്ചോ അല്ലേ? അത് തന്നെ, അത് ഫ്രീ ആണ്. ഓക്കെ. അപ്പം പഴയ ഒരു റാലി ചാമ്പ്യൻ ആയിരുന്നു. ഞാൻ സിൽവർ സ്റ്റോൺ ട്രെയിൻഡാണ് ലണ്ടനിൽ. ഞാൻ ഗ്രൂപ്പ് കാസ ഓടിച്ചിരുന്നത്. അപ്പോൾ
1992 വരെ ഞാൻ സർക്യൂട്ടിലുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് വൺ ഓഫ് ദ എല്ലാ റാലിക്കും എനിക്ക് പ്ലേസിങ് വന്നിട്ടുണ്ട്. ഗോട്ട് ലോട്ട് ഓഫ് ട്രോഫീസ്. വീട്ടിൽ ഇഷ്ടം പോലെ ഒരു വോളും മുഴുവൻ ട്രോഫീസ് ഉണ്ട്. സോ വണ്ടികളോട് ഭയങ്കര ക്രേസ് ഉള്ള ഒരാളും കൂടെ പണ്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത് ലിമിറ്റഡ് എഡീഷൻ ഡിഫൻഡറാണ്. അത് ഇവിടെ കേരളത്തിൽ 300 വണ്ടി വേൾഡിൽ ഇറങ്ങിയിട്ടുള്ളൂ. കേരളത്തിൽ 3 പേരുടെ അടുത്തുള്ളൂ. അതിലൊന്ന് എൻ്റെ കയ്യിലുണ്ട്. ദാറ്റ്സ് 3 ലിറ്റർ പവർഫുൾ എൻജിൻ. ഇറ്റ്സ് കോൾഡ് ഡിഫൻഡർ ലിമിറ്റഡ് എഡീഷൻ. സാധാരണ ഡിഫൻഡർ ഇവരെല്ലാം ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഡിഫൻഡർ അല്ലാട്ടാ അത്. വേറെ ഏതൊക്കെ വണ്ടിയാണുള്ളത്? ഇല്ലടോ, എനിക്ക് ആ ഒരു വണ്ടി മാത്രമല്ല, ബാക്കിയൊക്കെ ചെറിയ വണ്ടികളാണ്. അതെ, അങ്ങനെ പറയാൻ വേണ്ടിയൊന്നുമില്ല. എനിക്ക് ബിക്കോസ് ഞാൻ ഒരു വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയ ആ വണ്ടിയും ഞാനും തമ്മിൽ ഒരു ബന്ധം വരും. മനസ്സിലായല്ലോ? ഇമോഷണൽ കണക്ഷൻ ആയിരിക്കും. യെസ്, അങ്ങനെ വരും. അതെ. സോ ഞാൻ അങ്ങനെ എനിക്കത് മതി, ഒരു വണ്ടി മതി. അതെ. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് ഹാർലി ഡേവിഡ്സൺ വാങ്ങിക്കുന്ന ആളും. ഹാർലി ഡേവിഡ്സൺ മേടിക്കുന്നതിന് മുമ്പ് ഞാൻ ടാറ്റു ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ ഇന്ത്യയിൽ ടാറ്റു ഇല്ല. അപ്പം ഞാൻ നേരെ ഇറ്റലി പോയി. അവിടെയാണ് ഞാൻ ടാറ്റു ചെയ്തത്. ഇറ്റലി പോയി ടാറ്റു ചെയ്തിട്ട് എന്നിട്ടാണ് ഞാൻ ഹാർലി ഡേവിഡ്സൺ മേടിക്കണത്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നു. അതെ. ഈ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുണ്ടായ സംഭവം തന്നെയാണ്. അന്നത്തെ സമയത്ത് എന്തൊക്കെ ബിസിനസ് ചെയ്തിട്ടായിരുന്നു ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ? ബൈക്ക് വാങ്ങാനൊക്കെ ആയാലും കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ഇവിടെ നിന്നൊക്കെ തേങ്ങയൊക്കെ ഇട്ടിട്ട് കരിക്കിട്ടിട്ട് നമ്മൾ ഡർബാൾ ഗ്രൗണ്ട് ഇല്ലേ എറണാകുളത്ത്, അവിടെ കൊണ്ട് വിൽക്കുമായിരുന്നു. അവിടെ കൊണ്ട് ഞാൻ തന്നെ ചെത്തി വിൽക്കുമായിരുന്നു. അതെ. എന്ത് ബിസിനസ്? ഫസ്റ്റ് ബിസിനസ് അങ്ങനെയാണോ സ്റ്റാർട്ട്? അവിടെ നിന്ന് പിന്നെ ഒരു മെയിൻ സ്ട്രീം ബിസിനസ്സിലേക്ക്. സ്റ്റോക്ക് ബ്രോക്കർ. ഐ വാസ് എ സ്റ്റോക്ക് ബ്രോക്കർ. ഐ വാസ് ദ നമ്പർ 1 in Cochin Stock Exchange. I was number 1. Okay. കേട്ടോ, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആര് വേണമെങ്കിൽ കണ്ടോട്ടെ. അതെ. സോ പിന്നെ റിയൽ എസ്റ്റേറ്റ്, അതിലും ബിസിനസ് ഈസ് ഡിഫറെൻറ്റ്. ബിസിനസ് ഇഷ്ടം പോലെ വേറെ കാര്യങ്ങളുണ്ട്. അതിനകത്ത് കാര്യമില്ല, എല്ലാവർക്കും വേണമെങ്കിൽ ബിസിനസ് ചെയ്യാം, നല്ലോണമൊക്കെ ചെയ്ത് ബിസിനസ് ചെയ്യാം. ബട്ട് ഹൗ ടു ക്യാരി യുവർ സെൽഫ്, ഹൗ ടു എൻജോയ് ലൈഫ്, അതെല്ലാവരും ചെയ്യില്ല. അതെ. ഈ ബിസിനസ് ചെയ്യാനുള്ള ഈ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു കറേജ് എവിടെ നിന്നായിരുന്നു വന്നത്? കയ്യിൽ ഇങ്ങനെ പൈസ വേണം, എനിക്ക് ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടെങ്കിലല്ലേ നമുക്ക് നല്ല ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുള്ളൂ, അല്ലേ? അതെ. നല്ലൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് വേണോ? പിന്നെ വേണം, അല്ലേ? ആ, നമുക്ക് നല്ലൊരു ബാറി പേര് രണ്ടെണ്ണം അടിക്കണേ പൈസ വേണം. അത് നല്ല കോക്ടെയിൽ അടിക്കണേ പൈസ വേണം. അപ്പൊ പിന്നെ തന്നെത്താൻ വരും, ഉള്ളിൽ നിന്ന് വരും. അതാ എന്താ വെച്ചാൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ തന്നെയാണോ? അതെ. ചില ആൾക്കാരുണ്ടല്ലോ ഈ പലരുടെ അടുത്തു നിന്നുള്ള ഇൻസ്പിറേഷൻ ഒക്കെ കൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇപ്പം ഈ ഓജി പലരുടെയും ഇൻസ്പിറേഷൻ ആണ് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടൊക്കെ ഉണ്ടോ? ഇല്ല. അതെന്ന് വെച്ചാൽ പലരും കമൻറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട്, ഐ ലൈക്ക് ടു ലീവ് ലൈഫ് ലൈക്ക് യു. ഇന്ന് രാവിലെയും ഒരു വലിയ ബിസിനസ് ഒരു ഇത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വിട്ടുകളാ, നിങ്ങൾക്കും വേണമെങ്കിൽ ചെയ്യാം, നിങ്ങൾ ചെയ്യില്ല, റെസ്ട്രിക്ഷൻസ് ആൻഡ് നിങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഈ കറേജിൻ്റെ കാര്യം ചോദിച്ചതാ. കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഓജീസ് കാന്താരിയിൽ വെടിവെപ്പ് നടന്നപ്പോൾ ഉണ്ടായൊരു ഇൻസിഡൻറ്റ്, തോക്ക് വെച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ തന്നെ അന്ന് പോസ്റ്റ് ചെയ്തു. അതെന്തായിരുന്നു? അപ്പം അതിന്റെ കേസ് നടക്കുന്നു, പക്ഷെ അപ്പൊ തോക്ക് വെച്ചിട്ട് വെടിവെപ്പ് നടന്നപ്പോൾ തോക്ക് വെച്ചിട്ടുള്ള ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ 100% ഇന്നസെന്റ് ആണ്. പിന്നെ എനിക്ക് തോക്ക് വെച്ച ഫോട്ടോ ഇടാൻ പാടില്ല, അത്രേ ഉള്ളൂ. പക്ഷെ പലരും ചെയ്യാൻ മടിക്കുന്നു. നമ്മുടെ സ്വന്തം സ്ഥാപനത്തിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു കഴിയുമ്പോൾ ദാറ്റ്സ് വാട്ട് ഐ ആം സേയിങ്. ഞാനെന്തിനാ പേടിക്കണേ? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ എനിക്ക് ഫോട്ടോ ഇടാൻ പാടില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ ദിവസം തന്നെ അത് എടുത്ത് അങ്ങനെ ഇട്ടത്. പലരും ഇങ്ങനെ ഭയങ്കര ഇപ്പോഴും പലരും ചിന്തിക്കുന്നത് അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു, പക്ഷെ അന്ന് വന്ന ഫോട്ടോ ഇതായിരുന്നു എന്ന് പറയുമ്പോൾ കൺക്ലൂഷൻ വേറെ ഒന്നുമില്ല. ഓക്കെ. ബിസിനസിന്റെ പുതിയ ഓപ്പണിങ്സ് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ബിസിനസിന്റെ പുതിയ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഇനി ഞാനങ്ങനെ ഒരു 2-3 കാര്യങ്ങളുണ്ട്, പക്ഷെ അങ്ങനെ ഒന്നും പറയാറായിട്ടുള്ളൂ. നമ്മൾ വെറുതെ പറഞ്ഞ കാര്യമില്ല.
സോ വെൻ യു ഓപ്പൺ ഇറ്റ് ഓർ വെൻ യു ഡു ഇറ്റ് ദെൻ യു ടെൽ. അല്ലാതെ അതിന് മുമ്പ് ഞാൻ ഇത് ചെയ്യും അത് ചെയ്യും എന്നൊക്കെ പറയാം. അത് നോ, ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. അതെ. പലർക്കുമുള്ളൊരു ഒരു ഡൗട്ട് എന്നല്ല, എല്ലാം ചോദിക്കാൻ മടിക്കുന്ന ഒരു ചോദ്യം, ഞാൻ എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്ത് ചോദിക്കുകയാണ്. ഇപ്പം ഫിലിമിൽ ആക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ആക്ടറാണ്, പ്രൊഡ്യൂസറാണ്, ബിസിനസ്മാൻ ആണ്. സോ ഒരു ഓൾ ഇൻ ഓൾ ആണ്, എല്ലാ ഇൻഡസ്ട്രിയിലും ഇങ്ങനെ കൈതൊട്ട് പോയിട്ടുള്ളത്. സോ എനിക്ക് ചോദിക്കാനുള്ള, എല്ലാവരും റെപ്രസെൻ്റ് ചെയ്തെല്ലാം ചോദിക്കുന്നത്, ഒരു ആക്ടറാണോ, പ്രൊഡ്യൂസറാണോ, ഐ മീൻ ബിസിനസ്മാൻ, അതൊരു ഗാങ്സ്റ്ററാണോ, എന്താണ് ശരിക്കും സുനിൽ ഓജി? ഓജി എന്ന് പറഞ്ഞ ഒറിജിനൽ ഗാങ്സ്റ്റർ എന്ന് പറയാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ അതിനകത്ത് അതിൻ്റെ ഒ ജി അതിൻ്റെ ഇതെടുക്കുമ്പം പലരും ചോദിക്കാം. ഇന്ന് രാവിലെ എൻ്റെ അടുത്തൊരു ബിസിനസ് ആരും ചോദിച്ചിരുന്നു, വാട്ട് ഈസ് ഒ ജി എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, യു ക്യാൻ കോൾ ഒറിജിനൽ ഗാങ്സ്റ്റർ. അതെ, ഓഫ് ദ റെക്കോർഡ് അത് ഓഫ് ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് പറഞ്ഞു തരാൻ വേണമെങ്കിൽ. അതെ, അത് ഓഫ് ചെയ്ത എന്താണ് ഒ ജി എന്നുള്ളത് വേണമെങ്കിൽ ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം. അതാ, കട്ട് ചെയ്യോ അത് വേണ്ട. ഓൺ സ്ക്രീനിൽ ഇപ്പോൾ ഒറിജിനൽ ഗാങ്സ്റ്റർ എന്ന് തന്നെയാണോ പറയുന്നത്? ഓൺ സ്ക്രീനിൽ ഇല്ലടോ, എൻ്റെ ഈ വീടിൻ്റെ പേര് ഒല്ലാരിൽ നിന്നാണ്, ജീസ് ഗോപിനാഥൻ മേനോൻ. പിന്നെ ഞാൻ പലയിടത്തും പറഞ്ഞു ഒനാസിസ് എന്നൊക്കെ അങ്ങനെയൊക്കെ അടിക്കാറുണ്ട്. അത് ഞാൻ പറഞ്ഞു, അതിൽ ഞാൻ അടിക്കണ ഒരു സാധനമുണ്ട്, അത് ക്യാമറ ഓഫ് ചെയ്താലേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഓർപ്പിച്ചാൽ മതി. ഇപ്പം അതുപോലെ തന്നെ സാറിന്റെ ഫാമിലിയെ പറ്റി അധികം എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ട്. വൈഫ് ഒരു ഡിസൈനറാണ്. അതല്ല, ഈ നാട്ടുകാരെല്ലാവരും വാചു ഓടിക്കും. എൻ്റെ വൈഫ് ക്രിസ്ത്യനാ, എൻ്റെ സെക്കൻഡ് ഡോട്ടറെ കെട്ടിക്കണത് മുസ്ലിമാ. അപ്പോൾ ഏത് കൺട്രിയിൽ വാറുണ്ടായാലും ഞങ്ങൾ സേഫാ. വീട്ടിൽ നമ്മുടെ ഖുറാനും ബൈബിളും പിടിച്ചിട്ട് ശ്രീകൃഷ്ണ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു കയ്യിൽ ഖുറാനും ഒരു കയ്യിൽ ഇതൊന്നും ആരും ചെയ്യില്ല, വാചോടിക്കും എല്ലാവരും. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ ഒരു ഇതൊക്കെ വരുമ്പോൾ അവൻ എന്താണ് മുസ്ലിമാണ് അല്ലെങ്കിൽ അവൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് ഇതാക്കും. അല്ലേ? ശരിയല്ലേ? തൻ്റെ വീട്ടിൽ സമ്മതിക്കുമോ? ആ, അമ്മ സമ്മതിക്കും. ആ, ഓക്കെ. അത് ഞാൻ പറഞ്ഞേ, എല്ലാ വീട്ടിലും സമ്മതിക്കില്ല. ഇൻ കേരള എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും നോ, ദേ വോണ്ട്. അതാ, പിള്ളേരെ കാര്യം വരുമ്പോഴേക്കും അയ്യോ അവൻ ക്രിസ്ത്യാനിയാണ് കേട്ടാ, അല്ലെങ്കിൽ അവൻ മുസ്ലിമാണ് കേട്ടാ, അവന് ഹിന്ദു വേണ്ട, അത് അടിക്കും. നമുക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്. ലവ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ്, അത്രേ ഉള്ളൂ. അപ്പം വീട്ടിലെല്ലാം ഈ ഇന്റർകാസ്റ്റ് വന്നപ്പോൾ വീട്ടിലെല്ലാം ഓക്കെ ആയിരുന്നു, ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ മകളുടെ ലവ് മാരേജ് ആയിരുന്നു. അതും അപ്പം ഫ്രഞ്ച് മുസ്ലിം. ഓക്കെ, മലയാളിയല്ല, ഫ്രഞ്ച്. ഓക്കെ, ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ പോയി എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ആദ്യം പറഞ്ഞപ്പോൾ ഉള്ള റിയാക്ഷൻ എങ്ങനെയാണ്? ഇഷ്ടപ്പെട്ടു എങ്കിൽ അത്രേ ഉള്ളൂ. എന്ത് റിയാക്ഷൻ അതിനകത്ത്? യു ലീവ് വൺസ്. തന്നെ ഒരു പീരീഡിലേക്ക് ഭൂമിയിലേക്ക് വിട്ടിട്ടുണ്ട്, താനത് കലക്കടോ. ചുമ്മാ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യല്ലേ കേട്ടാ, അല്ലേടി? അപ്പോൾ ഡോണ്ട് വേസ്റ്റ് ടൈം. എപ്പോഴാണ് ഈ ഓക്സിജൻ, ഫ്രീ ഓക്സിജൻ നിൽക്കണമെന്ന് പറയാൻ പറ്റില്ല കേട്ടാ. കേട്ടല്ലോ, എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഇൻസ്പിറേഷൻ ഇതാണോ ഈ ഓക്സിജൻ? ഞാൻ ആർക്കും കൊടുക്കാറില്ല. താനും സംസാരിച്ചപ്പോൾ താനടുത്ത് ചോദിച്ചു എവിടെ എനർജി അല്ലെങ്കിൽ ഇതാന്ന്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ പലരും ഇങ്ങനെ ചോദിക്കാറില്ലേ, ഇപ്പം ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഒരു സക്സസ്ഫുൾ പേഴ്സൺ എന്നുള്ള രീതിയിൽ പലർക്കും ഒരു ഞാൻ അങ്ങനെയൊന്നും ആരും എൻ്റെ അടുത്ത് വന്ന് അങ്ങനെയൊന്നും ചോദിക്കാറ് അങ്ങനെ. ബിക്കോസ് നമ്മളൊരു കോമൺ മാനാണ്, അത്രേ ഉള്ളൂ. നമ്മൾ റോഡ് സൈഡ് ചായക്കടയിലും ചായ കുടിക്കും, ചാരായം അടിക്കും, അത്രേ ഉള്ളൂ. നമ്മൾ ആ ഒരു കാറ്റഗറിയിലാണ്. ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ ഈ ആൽക്കഹോളിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നത് പലരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പം സാർ പക്ഷെ അത് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ഞാൻ ആൽക്കഹോളിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഞാൻ അടിക്കുന്ന സാധനത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അത് അത്രേ ഉള്ളൂ. അത് ആൽക്കഹോൾ അടിക്കുമ്പോൾ കോക്ടെയിലാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യണേ, മനസ്സിലായല്ലോ? സോ കോക്ടെയിൽ ഐ ലൈക്ക് ദാറ്റ്, സോ ഐ ടെൽ ദം ദാറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല. അതെ. ഓക്കെ, ഓജി സാറിന്റെ വിശേഷങ്ങൾ എനിക്ക് ഇനിയും കുറെ ചോദിക്കണം എന്നുണ്ട്. പിന്നെ ഓണത്തിന് നമുക്ക് ഇവിടെ കൂടാം, ഓണം വിശേഷം നമുക്ക്. ഓക്കെ, സിനിമാ പ്രാന്തൻ ടീമിന്റെ അടുത്താണ് ഓണം സെലിബ്രേഷൻ ഇപ്പോൾ ഇവിടെ ഫിക്സ് ചെയ്യുക. പിന്നെ ഓണം സെലിബ്രേഷൻ എന്തായാലും എല്ലാ കൊല്ലവും ഓണം ഉണ്ടാവും. ഈ ഓണം സിനിമാ പ്രാന്തന്റെ ഓണം ഇത്തവണ ഓജി തറവാട്
നോ പ്രോബ്ലംസ്. അല്ലാണ്ട് അടിച്ചു പൊളിക്കാൻ നമുക്ക്. ഉറപ്പായിട്ടും. ആ ഓക്കെ, ഓണത്തിൻ്റെ പിന്നെ ഓണത്തിന് നമുക്ക് ഒന്നും കൂടെ കാണാം. അതുവരേക്കും ഇപ്പൊ തൽക്കാലം നമുക്കൊരു ടെമ്പററി ആയിട്ട് നമുക്കൊരു ബൈ പറഞ്ഞു നിർത്താം. ആഡിയോസ് അമീഗോ. താങ്ക് യു സോ മച്ച്. അത്രേ ഉള്ളൂ. ഈ അഡിയോസ് അമീഗോ നമ്മുടെ പുതിയ സിനിമ വരുന്നുണ്ട്, ആസിഖ് ഉസ്മാൻ. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞേക്കുന്നത് എൻ്റെ എനിക്ക് റോയൽറ്റി തരണം എന്നാണ് പറഞ്ഞേക്കണേ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.